നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കൂടുതൽ പേർക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ശക്തമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ മേ ബി നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് നാൾ ഈ വ്യക്തിയോട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടാവാം. ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ടാവാം നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിട്ട്. നിങ്ങളെ ഒരുപാട് തവണ അവഗണിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ തന്നെ ഒരു ചേഞ്ച് നിങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റിവിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചേഞ്ചിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഭയക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഫിസിക്കലി, സ്പിരിച്വലി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഇപ്പോൾ ആ വ്യക്തി ചെയ്തു പോയത് തെറ്റുകളിൽ ആ വ്യക്തി ഒരുപാട് കരയുന്നുണ്ട്. ഒരുപാട് ഡിപ്രസീവ് ആണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഓരോ നിമിഷവും നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്നും ആ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു റീയൂണിയൻ ആ വ്യക്തി ഒരുപാട് ഭയക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്. മാസ്റ്റർ കാർഡ് തന്നെ അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്ന് പോയ നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ വളരെ അനുയോജ്യമായിട്ടുള്ളതാണെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ജെനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ പ്രസൻസ് ഇൻ ദെയർ ലൈഫ്, അതാണ് അവർ ശരിക്കും മിസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിൽ ഒരാൾക്ക് മേ ബി അത് നിങ്ങൾക്കായിരിക്കാം ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ക്ലിങ് ചെയ്ത് നിൽക്കാണ്ട് നിങ്ങൾ ഒരുപാട് ദൂരങ്ങളിലേക്ക് മാറിപ്പോയതായിട്ട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തത് പോയതായിട്ട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ചേസ് ചെയ്തിരുന്നു. ഒരു കടൽ തിരമാലയുടെ അലകൾ പോലെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിയുടെ അരികിലേക്ക് പോവുകയും വീണ്ടും തിരികെ പോവുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വിത്ഡ്രോവൽ ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഇമോഷണൽ വിത്ഡ്രോവൽ. അതാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നത്. ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഈ വ്യക്തിയോടുണ്ടായിരുന്ന ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാറിപ്പോയതായിട്ട് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാടായിട്ട് നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇനി നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മേ ബി നിങ്ങൾക്കായിരിക്കാം വളരെ സ്പിരിച്വലി ഉള്ള ഒരു ചേഞ്ച് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ ആ വ്യക്തി ഇപ്പോൾ കാണുന്നുണ്ട്. അതിൽ ആ വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണ്. നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി റിലേഷൻഷിപ്പ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളിലെ മാറ്റങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ടാവാം, ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവാം. മേ ബി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഡിസിഷൻ എടുത്തിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു
ബിഹേവിയർ അല്ലെങ്കിൽ ഒട്ടും തന്നെ മെച്യൂരിറ്റി ഇല്ലാത്ത ചില തീരുമാനങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ എടുത്തത് കാരണം തന്നെ ഈ റിലേഷൻഷിപ്പ് ഇത്രയും ഒരു സ്ട്രഗ്ലിംഗ് മൊമെന്റിൽ പോകുന്നത് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ട്. ആ വ്യക്തിയുടെ ചിന്തകളെ തന്നെ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് പഴിക്കുന്നുണ്ട്. ഞാൻ ആ രീതിയിൽ ചിന്തിച്ചു പോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എനിക്ക് ഉണ്ടായത് എന്ന് വരെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വളരെ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി ഇത്രയും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീലാണ് ആ വ്യക്തിക്കുള്ളത്. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് ആണ്. എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. ആൻഡ് ഐ വിഷ് ടു സീ യു, യു ആർ മൈ ലവ്. അതെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ ഫീൽ യുവർ ലവ്. അതെ, ഒരു നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം അറിയാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഫൈനലി യു ആർ മൈ ലൈഫ്, മൈ ട്വിൻ ഫ്ലെയിം. വളരെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ആ വ്യക്തി ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഇവിടെ എല്ലാം കിട്ടുന്നത്. അവർക്ക് അവരുടെ ലൈഫായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അവര് ട്വിൻ ഫ്ലെയിം, അവരുടെ ആത്മാവിന്റെ പകുതി ആയിട്ട് തന്നെയാണ് നിങ്ങളെ അവര് കാണുന്നത്. അത്രമാത്രം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, 111 എന്നുള്ളൊരു നമ്പർ ഏഞ്ചൽ നമ്പറാണ്. ലവബിൾ ആണ് ഈ വ്യക്തി. ഒരുപാട് ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാവാം. മേ ബി നിങ്ങളായിരിക്കാം, അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം. ലോങ് ഹെയർ, മേ ബി നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഒരു ലോങ് ഹെയർ ഉള്ള വ്യക്തിയാണെന്ന് കാണുന്നു. ആൻഡ് വൈറ്റ് കളർ ആൻഡ് നമ്പർ 9, ഫെബ്രുവരി മന്ത്. ആൻഡ് ഓവർ തിങ്കിങ്, മേ ബി നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്ത് കാര്യത്തിലും ഒരു ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 11 ആൻഡ് മെയ് മന്ത് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് സെപ്റ്റംബർ മന്ത് ഉണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 72 hours. ഓക്കെ, ഒരു 72 hours ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലെറ്റർ ജി. ആൻഡ് ഓക്കെ, എല്ലാം 1 റിലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണല്ലോ. 1111 വന്നിട്ടുണ്ട്. അപ്പോൾ 111 ഉണ്ട്, 11 ഉണ്ട്, 1111 ഉണ്ട്. അപ്പോൾ ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി കണക്ടിവിറ്റി ഉണ്ടെന്ന് കാണുന്നുണ്ട്. നമ്പർ 15 ആൻഡ് ഓക്കെ, എക്സ്പെക്ട് മിറാക്കിൾ. ഓക്കെ, ഇപ്പോൾ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ സംഭവിക്കാൻ ചാൻസസ് കാണുന്നുണ്ട്.